മറുപടി ഒന്നും പറയാത്തെ? നീ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ജെനി, ഞാൻ ഉദ്ദേശിച്ച അതല്ല. എന്നിട്ട് ഞാൻ സോറി പറഞ്ഞു. ഓ, അതെന്താടോ ഒരു എന്നിട്ടും? എന്നിട്ട് കോപ്പ്. നീ എന്നിട്ട് ഞാൻ ഈ പറയുന്ന ഓരോ വാക്കിലും കയറി പിടിക്കുന്നത്. ആ വരട്ടെ, നിന്റെ ഉള്ളിലിരിക്കണ മൊത്തം ഇങ്ങോട്ട് വരട്ടെ. ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല. നീ പോയിട്ട് എന്നാന്ന് വെച്ചാ കാണിക്കണി. നീ എന്താ രാവിലെ തന്നെ പണിയായതേ കേട്ടു? പറയണ്ട കളിയാ, മാജസ്റ്റിക്കില് ഒരു പ്രോഗ്രാം ഉണ്ട്. പ്രാക്ടീസ് ചെയ്യാണ്ടൊന്നും പോകാൻ പറ്റില്ല. പ്രശ്നം ചുമ്മാ ഒന്ന് ചെയ്തിട്ട് പോകാൻ വിചാരിച്ചു. എന്താടേ പോയിട്ട് രാവിലെ കുറച്ച് പരിപാടിയൊക്കെ നടക്കുന്നത്? കുറച്ച് വയതിലൊക്കെ സംസാരിച്ചൂടെ? ആ സ്റ്റേജൊക്കെ കഴിഞ്ഞതാ, ഇനി എന്റെ കയ്യിലും നിൽക്കത്തില്ല. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരിക്കും, മൂഡ് സ്വിങ്സ് ഒക്കെ ആയിരിക്കും അതൊക്കെ. ഇത് മൂഡ് സിങ്സ് ഒന്നും അല്ല. അവൾക്ക് സംസാരിക്കാൻ ടോപ്പിക്കൊന്നും ഇല്ലാഞ്ഞിട്ട് അവളൊരു ഫോട്ടോ അയച്ചെന്ന് കൊള്ളാമെന്ന് ചോദിച്ചു. എനിക്കത് കണ്ടിട്ട് ബോറായിട്ടാ തോന്നി. അതുകൊണ്ട് ഞാൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞു. അത് കയറി പിടിച്ചുള്ള അടിയ. ഇപ്പൊ എന്ത് പറഞ്ഞാലും അതേ കയറി ഞാൻ കൊളുത്തുക. ഇവള് തന്നെ എന്നോട് പറഞ്ഞത് അവളോടൊന്ന് ഹൈഡ് ചെയ്ത് എല്ലാം അങ്ങ് എക്സ്പ്രസ് ചെയ്യണോ. വല്ലാത്തൊരവസ്ഥ തന്നെയാ. ഓ, നീ കൂടുതൽ ഡയലോഗ് അടിക്കണ്ട. നീ വെറും ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടാ. അങ്ങനെയൊന്നും അല്ലയാ, നാക്കണൊക്കെ പോകും. ഓരോരോ വഴികൾ. കുരിച്ച് ഇത് ഞാൻ പോയി നോക്കട്ടെ. അയ്യോ, ഞാൻ പറയാൻ മറന്നുപോയി. ഞാൻ സ്റ്റേക്കേഷൻ നാളെയാണ് കേട്ടോ പോണേ, ഗൗതമിന്റെ കൂടെ. ആ അത് നീ അത് കുഴപ്പമില്ല. നിന്റെ അവന്റെ കൂടെ അല്ലേ പോകുന്നത്, കുഴപ്പമുള്ള കാര്യമില്ല. നിങ്ങൾ പോയിട്ട് അതിന്റെ ഫ്രണ്ട് അല്ലേ, എന്താ കുഴപ്പം? നിങ്ങൾ നമുക്ക് പുറത്ത് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അതിനെന്താ കുഴപ്പം? എന്തോന്നടാ, നിനക്ക് ഇഷ്ടമാണ് അവളോട് തുറന്നു പറഞ്ഞുകൂടെ? ഇതിപ്പോ എത്ര നാളെ ഈ ഫ്രണ്ട്ഷിപ്പും കളിച്ചോണ്ട്. അതങ്ങനെയല്ല ബ്രോ, അതിന്റെ ഒരു കണക്ഷൻ അങ്ങനെ, അത് ഒന്നും ചെയ്യാൻ പറ്റും. പറയാനൊരു ആരായിരുന്നു അന്നപ്പുറത്തെ ആ ജാടപ്പെണ്ണുള്ള ഫുഡ് മാറി അവരുടെ ഡോറിൽ കൊണ്ട് വെച്ച് ചൂടായിട്ട് പോകുന്നു. ടീച്ചറായിരുന്നോ? അവര് ടീച്ചറാ? ആൾക്കാരോടൊക്കെ സംസാരിക്കും, കുറച്ച് മയത്തിലൊക്കെ സംസാരിച്ചൂടെ? എന്നൊരു ചാടേ. അതൊക്കെ അങ്ങനെയാണ്. ഫുഡ് ചിലപ്പോൾ വിജയന്റെ ആയിരിക്കും. കുറച്ച് ദിവസമായിട്ട് പുള്ളി മെസ്സാ ഉപയോഗിക്കുന്നത്. അയാളുടെ മെസ്സാണെങ്കിൽ ആ ഡെലിവറി ആൾക്കാരോട് പറഞ്ഞിട്ട് നമ്മുടെ ഡോറിൽ കൊണ്ട് സാധനം വെച്ചൂടെ? ഇത് തീർന്നാ? അത് കുഴപ്പമൊന്നുമില്ല, വിജയന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ കൊണ്ടുവരും. ഞാൻ അങ്ങേരോടൊന്നും വെള്ളം അടിക്കാൻ. അങ്ങനെ ഒരു ചില്ല് മനുഷ്യനാണ്, ഒരു പാവം. കോപ്പാണ് ഒരു ബോർണമായി. അങ്ങനൊന്നും പറയലേ. പുള്ളിയുടെ വൈഫൊക്കെ മരിച്ചു, പിള്ളേരാണെങ്കിൽ അവരാരും നോക്കുന്നൊന്നുമില്ല. പിന്നെ ഇവിടെ നിന്നാണെങ്കിൽ നമ്മളൊക്കെ തന്നെയല്ലേ ഉള്ളൂ. അതൊന്നും പുള്ളി നാട്ടിൽ പോലും പോകാണ്ട് ഇവിടെ നിൽക്കുന്നത്. എനിക്കെന്താണോ പുള്ളിയായിട്ടൊന്നും സെറ്റ് ആവൂല. സാധനം കഴിഞ്ഞോ?
പതിനേഴിനഴക് കൊലുസിട്ട കുഞ്ചിൽ ചിറകുള്ള ഉദയിൽ കാമുകി നെഞ്ചം തിടമ്പേ മിന്നൽ തിടമ്പിൽ മെയ്യുന്നതെല്ലാം പാതിരാ പൂമണം കഥകൾ ചൊല്ലി കവിത ചൊല്ലി കാറ്റുമോ കരളിലോടും കാറ്റിനോടും എളികളോട് കഥകൾ ചൊല്ലി നീ കവിത ചൊല്ലി കാറ്റുമോ കരളിലോട് നീ നിഴലായി അലസമലസമായി അരികിലൊഴുകിന ഇളം കാറ്റിനോ കിളികളോ കഥകൾ ചൊല്ലി കവിത ചൊല്ലി കാറ്റുമോ കരളിലോട് നമ്മള് പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോ നമ്മൾ ആ കാലഘട്ടത്തിലേക്ക് പോകും. നൊസ്റ്റാൾജിയ. ആര് പ്രേമിച്ചു നടന്നു? എങ്ങോട്ടാ ഈ തള്ളിക്കൊണ്ട് പോകുന്നത്? അത്ര വലിയ പ്രേമൊന്നും ഇല്ലെങ്കിലും നമുക്കൊരു ചെറിയ കഥകളൊക്കെ ഉണ്ട്. ആഹാ കൊള്ളാലോ, കേക്കട്ടെ. നിനക്ക് വേറൊരു പണിയൊന്നുമില്ലേ? അങ്ങനെ ഓരോന്ന് പറയുന്നത്. നീ തമാശ കളിക്കല്ലേ? ചേട്ടൻ പറയും, കേക്കട്ടെ. വലിയ കഥകളൊന്നും പറയാനൊന്നുമില്ല. എനിക്കൊരു പ്രേമം ഉണ്ടായിരുന്നു വെച്ചാല്, ഞാനന്ന് പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ബ്രണ്ണൻ കോളേജിൽ പിന്നെ ഇതൊന്നായിരുന്നു, താടി മീശയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പൊതുവെ കണ്ണൂരുകാരെല്ലാം കളരിയിൽ പോകും. അപ്പൊ എന്നെ ഒരു ഗുണ്ട ലുക്കായിരുന്നു കാണുമ്പോൾ. പക്ഷേ ഞാനൊരു പേടിത്തൊണ്ടനായിരുന്നു. അതിപ്പോഴും കറക്റ്റ് തന്നെ. പിന്നെ ഈ മീശയും താടി ഉണ്ടെന്നും പറഞ്ഞ് നമ്മളെ കൂടെ ചുമ്മാ ചിരിപ്പിക്കരുത്. അന്ന് കോളേജില് എന്റെ ജൂനിയറായിട്ട് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. നല്ല പിടർന്ന കണ്ണും കോലം മുടിയും ആയിട്ടുള്ള കുട്ടി ഉണ്ടായിരുന്നു. ചിലരോട് നമുക്ക് പ്രേമം തോന്നും, പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. നമുക്ക് ഒറ്റ നോട്ടത്തിൽ ചിലരോട് നമുക്ക് മനസ്സിൽ നിന്ന് പ്രേമം തോന്നും. അത് പക്ഷെ എനിക്ക് പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഏകദേശം ഇവന്റെ അവസ്ഥ. അതെനിക്ക് തന്നെ വെച്ചല്ലേ, കൊള്ളാം. ബാക്കി പറ. പിന്നെ കഷ്ടകാലത്തിന് ഞാൻ അവളെ മുമ്പ് പോയി എപ്പോ പെട്ടാലും എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ചെന്ന് ചാടും. ഭയങ്കര കഷ്ടമാണ്. അന്ന് എലക്ഷൻ റിസൾട്ട് വരുന്ന ദിവസം ഞാൻ രാവിലെ തന്നെ, അന്ന് ക്ലാസ് ഒന്നുമില്ല, ഞാൻ രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയി കേരള തനിമയിൽ മുണ്ടൊക്കെ എടുത്ത് കോളേജിലേക്ക് പോകും. ഇവളോ കാര്യം പറയാൻ വേണം. അവിടെ എത്തിയപ്പോൾ അവിടെ പാർട്ടിക്കാർ തമ്മിൽ തല്ലും പോലീസും ഭയങ്കര പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിലിടയിൽ പെട്ടുപോയി. ഞാൻ ഈ തല്ല് പോലീസൊക്കെ ഇട്ടപ്പോൾ ഞാൻ ഓടിയപ്പോ എന്റെ മുന്നിൽ പറഞ്ഞു. പക്ഷെ ചെന്ന് പെട്ടത് ഇവിടെ മുമ്പിൽ ആകെ നാണക്കിടപ്പി. എന്റെ ക്ലാസ്സില് വിനയേന്ദ്രൻ എന്നൊരു നാളുണ്ടായിരുന്നു. അവൻ ഒരു ദിവസം എന്നെയും കൂട്ടി ലേഡീസ് ഹോസ്റ്റലിൽ പോയി അവൻ ആരെ കാണാൻ വേണ്ടി. അവന് ബൈക്ക് ഓടിക്കാൻ അറിയാത്തതുകൊണ്ടാണ് എന്നെ കൂട്ടി പോയത്. അവൻ മതില് ചാടി ഉള്ളിൽ കയറി എന്തൊക്കെ ഒപ്പിച്ചു. ആകെ ബഹളായി. ആൾക്കാർ വന്ന് എന്നെ കൈയോടെ പിടിച്ചു. എന്ത് പറയാൻ, നമ്മളെ കക്ഷി
ഈ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. അങ്ങനെ ഉള്ള കുറച്ച് അഭിമാനം കൂടി കപ്പൽ കയറി. അവസാനം ഞാനൊരു വജ്രായുധം പ്രയോഗിച്ചു. വജ്രായതോ? എന്ത് വജ്രായുധം എന്ന് പറഞ്ഞാലേ, ഞാൻ അത്യാവശ്യം കവിതയും കഥകളും പാട്ടൊക്കെ എഴുതായിരുന്നു. അപ്പം ഞാൻ എൻ്റെ മനസ്സിലുള്ള മുഴുവൻ ഒരു കത്തെഴുതി അവൾക്ക് കൊടുക്കാൻ വേണ്ടി. ഞാൻ പല പ്രാവശ്യം അവളെ സമീപിച്ചു. എന്നെ കാണുമ്പോൾ ഒക്കെ അവൾ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുക. എനിക്കിതൊട്ട് കൊടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു, വിനയേന്ദ്രൻ അവളുടെ കൂട്ടുകാരികളായിട്ട് നല്ല പരിചയമുണ്ട്. അപ്പം അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് കൂട്ടുകാരികൾക്ക് കൊടുത്തവള് കത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വിനയേന്ദ്രൻ ആ കത്ത് കൊണ്ട് അവൾ കൊടുത്തു. കത്ത് അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല സാഹിത്യമൊക്കെയുള്ള കത്തല്ലേ. പക്ഷെ ഭാഗ്യദോഷത്തിന് ഞാൻ എൻ്റെ പേര് വെച്ചിട്ടില്ലേ. അങ്ങനെ അവൻ അവളെ വളച്ചെടുത്തു. എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളതിനേക്കാളും വിഷമം ആ നാറി അവൾ വളച്ചെടുത്തില്ല. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, അവൻ്റെ പേരിൽ മാത്രമുള്ള വിനയൻ അവനൊരു നാറി തന്നെയാണ്. ബെസ്റ്റ്. ഇതൊരു തേങ്ങ കഥയാണല്ലോ. പിന്നെ അവളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവനാണെ കാണാൻ എന്നെക്കാളും നല്ലതാണ്. നന്നായിട്ട് പാട്ടും പാടും. പിന്നെ ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. ഈ സ്നേഹം എന്ന് പറഞ്ഞാലേ നമ്മൾ പറയാതെ ആരും അത് മനസ്സിലാക്കാൻ പോകുന്നില്ല. പിന്നീട് നമ്മൾ പറഞ്ഞില്ലല്ലോ എന്നാലോചിച്ച് വിഷമിക്കുന്നതിനേക്കാളും നല്ലത് പോയാൽ പോകട്ടെ എന്ന് വെച്ച് നേരിട്ട് പറയുന്നതാണ്. അതാണ് പെൺകുട്ടികൾക്ക് ഇഷ്ടം. അതും ശരിയാണ്. അല്ല, പിന്നീട് എപ്പോഴൊന്ന് കാണാൻ ശ്രമിച്ചിട്ടില്ലേ? ആ ഫുഡ് എങ്ങനെയുണ്ട്? കൊള്ളാലോ, നല്ലൊരു ഹോംലി ഫീൽ ഒക്കെ ഉണ്ടല്ലോ. മെസ്സിനൊക്കെ ഇത്രയും ടേസ്റ്റുള്ള ഫുഡ് കിട്ടുമോ? അതാണോ ശരിക്കും? സീരിയസ്ലി? ആര്? അപ്പുറത്തെ ടീച്ചറാ? കുറെ കാലങ്ങൾക്ക് ശേഷം ഞാൻ അവള് വീണ്ടും കണ്ടു, ദുബായിൽ വെച്ച്. നമ്മളെ പഴയ വിനയേന്ദ്രൻ വേറൊരാളെ കണ്ടപ്പോ അവളെ ഉപേക്ഷിച്ചു പോയി. പിന്നെ ഞങ്ങൾ കുറെ സംസാരിച്ചു, പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു, കുറെ ചിരിച്ചു. അങ്ങനെ 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 ഹലോ. പിന്നീട് നമ്മൾ പറഞ്ഞില്ലല്ലോ എന്നാലോചിച്ച് വിഷമിക്കുന്നതിനേക്കാളും നല്ലത് പോയാൽ പോകട്ടെ എന്ന് വെച്ച് നേരിട്ട് പറയുന്നതാണ്. അതെ, കുറെ നേരമായല്ലോ. കാര്യം എന്താന്ന് പറയും. പറയാം. കാര്യം എന്താന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എനിക്കത് നിന്റെ വായിൽ തന്നെ ഒന്ന് കേൾക്കണമായിരുന്നു.